ഇന്ന് നമ്മൾ ഈ ഒരു പിക്കപ്പ് വാൻ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഷോറൂമിൽ കൊടുത്ത് പെയിൻ്റ് അടിക്കാൻ ചോദിച്ചപ്പോൾ ഒരു 20,000 രൂപയുടെ അടുത്ത് വേണം, അതുപോലെ തന്നെ ഒരാഴ്ചയുടെ അടുത്ത് ഇത് അവിടെ ഇടണം, അവർക്ക് തിരക്കാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ അടുത്ത് ഇത് അടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളിതൊരു 2 ദിവസം കൊണ്ട് അടിച്ച് ഫിനിഷ് ചെയ്തു. കാരണം ഇതിന് 2 കളറുണ്ട്. പിന്നെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ചെറിയ ബോഡി ഫില്ലറൊക്കെ വെച്ച് പാച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ NC പുട്ടിയൊന്നും വെച്ചിട്ടല്ല പാച്ച് ചെയ്തിരിക്കുന്നത്, ബോഡി ഫില്ലറിലാണ്. പിന്നെ നമ്മൾ അടിച്ചിരിക്കുന്ന പെയിൻ്റ് എന്ന് പറയുന്നത് ആസ്പ പെയിൻ്റാണ്. കാരണം ഇതൊരു ലോഡ് കെറ്റിപ്പോകുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ അവർക്ക് ടെസ്റ്റ് കിട്ടുക എന്നുള്ളതാണ് ആവശ്യം. പിന്നെ വളരെ ഇതിൽ നമുക്കറിയാം, സാധാരണ രീതിയിൽ ഇതുപോലുള്ള ലോഡ് കയറ്റുന്ന വണ്ടികളൊക്കെ അത്ര വലിയ രീതിയിൽ PU പെയിൻറ്റോ മെറ്റാലിക് പെയിൻറ്റോ ഒന്നും അടിക്കാൻ അവർ പറയാറില്ല. കാരണം അവർക്ക് പരമാവധി അല്ലാതെ തന്നെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പൈസയുടെ ചിലവുകൾ വരുന്നൊരു ഇതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പൈസ പറഞ്ഞതിൻ്റെ പകുതിയാണ് നമുക്ക് വന്നത് ഇത് അടിക്കാനായിട്ട്. ഒരു 3000 രൂപയുടെ അടുത്തുള്ള ഒരു പെയിൻറ്റ് ആണ് നമുക്കിത് അടിക്കാൻ ആവശ്യം വന്നത്. പിന്നെ ഒരു 3 വർക്കും 2 ദിവസം കൊണ്ട് നമ്മളിത് അടിച്ച് ഫിനിഷ് ചെയ്തു. അപ്പോൾ നമ്മളിതുപോലുള്ള വണ്ടികളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പരിചയത്തിലൊക്കെ വല്ല ആളുകളുണ്ടെങ്കിൽ ചെയ്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യമെന്ന് പറയാം. കാരണം നല്ലൊരു എമൗണ്ടാണ് ചില ഷോറൂമിലൊക്കെ കൊടുക്കുമ്പോൾ. നമ്മുടെ സാധാരണ രീതിയിലുള്ള സർവീസ് സെൻറ്ററിലൊക്കെ പിന്നെയും ചില ആളുകൾ കുറച്ച് പൈസയൊക്കെ കുറച്ച് ചെയ്ത് തരും. പക്ഷേ ഷോറൂമിൽ നല്ലൊരു പ്രൈസാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ടെസ്റ്റ് കിട്ടുക എന്നുള്ളതും അതുപോലെ തന്നെ നല്ലപോലെ തുരുമ്പ് പിടിച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് അടിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിന് നല്ലൊരു പെയിൻ്റ് എന്ന് പറയുന്നത് ലോക്കൽ പെയിൻ്റായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ആസ്പ പെയിൻറ്റ് തന്നെയാണ്.